ഹലോ! ഞാനിപ്പോൾ കേറിപ്പോകുന്നത് എങ്ങട്ടാന്നറിയോ? എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോൾ കേറിപ്പോണത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ പൂക്കാലം വന്നിട്ടുണ്ട്. ഫ്ലവർ ഷോ ആണ് കേട്ടോ. 1:30ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ അവിടെ എത്തിയത് 4:45-ന്. അജാതി ബ്ലോക്കെന്ന് പറഞ്ഞാലും പോരാ. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പൂരമൊക്കെ ഇതിനകത്തായിട്ടുണ്ടോയെന്ന്. കാരണം അത്രയും ജനങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നാളെയും കൂടിയുള്ളൂ കേട്ടോ ഫ്ലവർ ഷോ. കാണാത്തവരൊന്ന് പോയി തീർച്ചയായും കാണണം. നല്ല കിടിലൻ കാഴ്ചകളാണ് ഇതിനകത്തോട്ടൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നവർ. ഒന്ന് നേരെ നോക്കി നിങ്ങൾ, ജനങ്ങൾ എത്ര പേരാണ്. എല്ലാവരും ഓരോ കളർ ഡ്രസ്സായത് കാരണം കാണാൻ നല്ല രസമുണ്ടല്ലേ. എൻട്രി ഫീസ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. കുട്ടികൾക്കാവുമ്പോൾ 20 രൂപ. ആദ്യം 30 രൂപയായിരുന്നു എൻട്രി ഫീസ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫ്ലവർ ഷോ ആയതുകൊണ്ടായിരിക്കും 50 രൂപയാക്കിയിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ, പറഞ്ഞാലും പോരാ അത്രയും ഭംഗിയുണ്ട്. ആ പിങ്ക് കളർ ഫ്ലവറൊക്കെ കാണാൻ എന്ത് രസമാണ്. അതിൻ്റെ അടുത്തുനിന്ന് വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ഫ്ലവർ ഏതെങ്കിലും ഇഷ്ടമായി വെച്ചാൽ അവിടെ നിന്ന് വലിക്കാതെ ഇവരിവിടെ ഫ്ലവറൊക്കെ കൊടുക്കുന്നുണ്ട്. ഫ്ലവറല്ല, അതിൻ്റെ തൈകൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാവുന്നതാണ് കേട്ടോ. അല്ലാതെ ഇവിടുത്തെ പൂ പോയി വലിച്ച് വെറുതെ പണി കിട്ടാൻ നിൽക്കണ്ട. കാരണം ഒരുപാട് സെക്യൂരിറ്റി ചേച്ചിമാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പൂക്കളിലാരും തൊടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രത്യേകം നമ്മുടെ പുറകെ നടന്ന് പറയുന്നുണ്ട്. പിന്നെ കണ്ടൊരു വെറൈറ്റി കാഴ്ചയാണ്, മുകളിലൊക്കെ അംബ്രല്ല വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇതിന്ന് കുറച്ചായി വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യും, നല്ല മഴത്തുള്ളി പോലെ. അപ്പോൾ അത് അവരുടെ മേത്തേക്ക് വീഴാൻ വേണ്ടിയാണ് അവിടെ കുറേ ആൾക്കാർ അങ്ങനെ തന്നെ നിൽക്കുന്നത്. അത് ചെറുതായി ഒന്ന് ബ്ലോക്ക് ആവാനും സാധ്യതയുണ്ട്. ആൾക്കാരൊക്കെ നടന്ന് അവർക്കൊരു വഴിയില്ലാതെ കുറച്ച് നേരം അവിടെ ഒരു തിക്കും തിരക്കൊക്കെ ആവുന്നുണ്ട്. തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇജാതി തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അതിനകത്തായിട്ട് നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നേരത്തെയും കാലത്തൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുക പോകുന്നവർ കേട്ടോ. പ്രത്യേകിച്ച് ബസ്സിലൊക്കെ പോകുന്നവരാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിക്കോളിയും. കാരണം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, ഒരു രക്ഷയില്ല. തിരക്കെന്ന് പറഞ്ഞാൽ അജാതി ബ്ലോക്കാണ്. ഞങ്ങളൊക്കെ വണ്ടിയിൽ അവിടെ എത്തിപ്പെടാൻ പെട്ട പാട് ഞങ്ങൾക്ക് അറിയുള്ളൂ കർത്താവേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ പിങ്ക് കളർ ഫ്ലവറാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് മേടിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ തിക്കും തിരക്കൊക്കെ ആയത് കാരണം നമ്മൾ ആ സൈഡിലോട്ട് അങ്ങ് പോയിട്ടില്ല. പിന്നെ അവിടെയുള്ള സ്ഥിരം ഇങ്ങനെ അവിടെ ഒരു നടുവിൽ എന്തോ കൃഷ്ണനാണെന്ന് തോന്നുന്നു, എന്തോ ഒരു സംഭവം വെച്ചിട്ട് വെള്ളം ചീറ്റുന്നുണ്ട്. അവിടെയും പോയി നിന്നാൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വരും. തിക്കും തിരക്കിൻ്റെ ഇടയിൽ രമ്യയുണ്ട് ഐസ്ക്രീം കഴിക്കുന്ന തിരക്കിലാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ റോപ്പൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മലമ്പുഴയിൽ റോപ്പൊക്കെ ഉണ്ട് മുകളിലൂടെ പോകുന്ന. എൻട്രി ഫീസ് എത്രയെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. എപ്പോഴും കയറണം എന്ന് പറഞ്ഞ് പോവും, പക്ഷെ അവിടെ വൻ തിരക്കായിരിക്കും. അപ്പോൾ അത്രയും നേരം ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം ഞാൻ ആ വഴിയേ അങ്ങ് പോയിട്ടില്ല. ആഗ്രഹമുണ്ട് കയറണമെന്ന്. ഇനി വേറൊരു ദിവസം കയറാമെന്ന് വിചാരിച്ച് തിരിച്ചു വന്നു. പൂക്കളൊക്കെ പിടിച്ചൊരു ദേവതൻ്റെ രൂപം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളിൽ തിരക്കില്ല, ചില സ്ഥലങ്ങളിൽ ഇവർ ഒന്നിച്ചങ്ങ് കൂടി നിൽക്കുക. ആരെങ്കിലും ഒരു സെൽഫി എടുക്കാൻ നിന്നാൽ പിന്നെ അവിടെ എല്ലാവരും കൂടി അങ്ങ് നിൽക്കും. അപ്പോൾ ദേ കേട്ടോ, ഞാൻ പറഞ്ഞ റോപ്പ് ദേ മോളിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും പാലക്കാട്ടുകാരുണ്ട് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ റോപ്പിൽ കയറിയിട്ടുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഇതേ നമുക്ക് മുകളിലൊക്കെ പോയി നിൽക്കാം കേട്ടോ. ആ ഡാമിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് വെച്ചാൽ ശരിക്കും ഈ മലമ്പുഴയുടെ ഭംഗി കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ പിന്നെ ഫ്ലവർ ഷോയും കൂടി ആയത് കാരണം കാണാൻ അടിപൊളിയാണ്. കുറച്ചുകൂടി ഇരുട്ടായി വെച്ചാലായിരിക്കും കാണാൻ ഭംഗിയായിട്ട്, എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടിട്ട്. പിന്നെ അതേ കുറേയൊക്കെ നമ്മുടെ വീട്ടിലുള്ള അതേ ചെടികളും ഉണ്ട് കേട്ടോ. ചെണ്ടിമല്ലി, വാടാമല്ലി, പിന്നെ അങ്ങനെ കുറേ നമ്മുടെ വീട്ടിലൊക്കെ കാണാറില്ല. അതുപോലെ തന്നെ അരളിപ്പൂവ്, അങ്ങനെ കുറേ. ഇത് പിന്നെ സൂര്യകാന്തി, ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അല്ലാതെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സും ഉണ്ട്. അല്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുള്ള ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ അതേ അങ്ങ് ദൂരെ കാണുന്ന ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഇത് എപ്പോഴേലും ഒന്ന് കാണണമെന്ന്, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴേലും ഇത് ഞാനൊരു ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ പോയിരിക്കും. നമ്മുടെ പാലക്കാട് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ഒപ്പം കൂട്ടത്തിലുള്ളതാണ് ഈ മലമ്പുഴ കേട്ടോ. ഫ്ലവർ ഷോ ഇല്ലെങ്കിലും നമ്മുടെ മലമ്പുഴ കാണാനായിട്ട് പൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ തൂക്കുപാലം ഉണ്ട്. നമ്മൾ അതിൽ പിന്നെ കുറച്ച് 50 പേരെ നടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അവർ പ്രത്യേകം എഴുതി വെക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് ആൾക്കാർ അതിലൂടെ നടക്കുന്നൊക്കെ ഉണ്ട്. നല്ല സെക്യൂരിറ്റീസ് കാവൽ നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പേര് ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രായമായവരെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അവർക്കുണ്ടാവില്ല ആഗ്രഹങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണണമെന്ന്. പിന്നെ മലമ്പുഴയുടെ സ്വന്തം യക്ഷി ഇതേ കണ്ട നഗ്നയായിട്ട് അവിടെ ഓളങ്ങ് ഇരിക്കുക.
ദേ ആ കാണുന്നതാണ് കേട്ടോ തൂക്കുപാലം. പിന്നെ അതുപോലെ തന്നെ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എത്ര എമൗണ്ട് എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ ഈ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു സംഭവം. വെള്ളച്ചാട്ടമൊന്നുമല്ല, സ്റ്റെപ്പിലൂടെ ഒഴുകി വരുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഇഷ്ടമായോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായി വെച്ചാൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ടാറ്റാ.